ഹലോ ഐസി ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി അമൃത്സാരി കുൽച്ചയും ബുന മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം കുൽച്ചയ്ക്കുള്ള മാവ് കുഴയ്ക്കണം. അതിനായിട്ട് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക, പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ ഒരു നുള്ള്, പിന്നെ തൈര് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്ത് ഇച്ചിരി ആയിട്ട് ഒഴിച്ച് നന്നായി നമുക്ക് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്ത് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ദാ നമ്മുടെ ഡോ നന്നായി നമുക്ക് കുഴച്ചെടുക്കണം. ഒത്തിരി സ്മൂത്തും അല്ല, എന്നാൽ ഒത്തിരി ഫേമും അല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ടിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക. പിന്നെ അതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കണേ. എന്നിട്ട് ഇത് ഒന്ന് നന്നായി ആ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇതിലേക്ക് കുനുകുന അരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഓരോ ടീസ്പൂൺ വീതം ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ നിറം കിട്ടുന്നത്. പിന്നെ ഒത്തിരി എരി വരില്ല, അതുകൊണ്ട് സാദാ മുളക് പൊടിയും കൂടെ സ്വല്പം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് തൈര് അതൊന്ന് വഴണ്ടി വരുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ തീ കുറച്ച് വെക്കണേ. എന്നിട്ട് കൈ വിടാതെ ഇളക്കുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പിരിഞ്ഞു പോകാതിരിക്കാൻ ലോ ഫ്ലെയിം ആക്കിയിട്ട് കൈ വിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് നന്നായി ഇളക്കിയ ശേഷം നമുക്കിത് ഒന്ന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് പഞ്ചസാര ഞാൻ എപ്പോഴും ആ ഒരു ടേസ്റ്റും ഉപ്പും ബാലൻസ് ചെയ്യാൻ ചേർക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എണ്ണ തെളിയുമ്പം ഇതിലേക്ക് സ്വല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, പക്ഷെ ചേർക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പം ഇത് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് കുറച്ച് ആവശ്യത്തിന്, ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഇതൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് 1 തക്കാളി നന്നായി അരച്ചത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഇപ്പം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ ഇത് ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പാനിൽ എണ്ണ ചൂടാക്കി കുറച്ച് സവോള, ഒരു 1/2 സവോള നീളത്തി അരിഞ്ഞത്, ക്യാപ്സിക്കം ഒരു 1/2 ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞത് ഇതുപോലെ പീസാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പൊടിച്ച് വെച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. എന്നിട്ട് ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ തിളയ്ക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് ഉപ്പൊന്ന് നോക്കണേ. മിക്കവാറും ഉപ്പ് കറക്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ ഗ്രേവിയിലും ചേർത്തിട്ടുണ്ട്, നമ്മുടെ വഴറ്റിയ മിശ്രിതത്തിലും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി നല്ല യമ്മി ആയിട്ടുള്ള കിട്ടു ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റാണ്. ബുന മസാല റെഡിയായി. ഇതിൻ്റെ മുകളിൽ സ്വല്പം കസൂരി മേത്തിയും കൂടെ പൊടിച്ചിടാം. പിന്നെ കുൽച്ചയ്ക്കുള്ള മസാലയ്ക്ക് നമ്മുടെ യൂഷ്വലി ആലു പറാത്തയ്ക്ക് തയ്യാറാക്കുന്ന മസാലയാണ് ഉരുളക്കിഴങ്ങ്, സവാള അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, മല്ലിയില അരിഞ്ഞത്, ചാട്ട് മസാല അല്ലെങ്കിൽ ആംചൂർ പൗഡർ, ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ഫില്ലിങ്ങിലുള്ളത്. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഓരോ ബോളുകളാക്കി ഇതുപോലെ പരത്തി മെൽറ്റ് ചെയ്ത ബട്ടർ
നമുക്ക് ഇതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മടക്കിയ ശേഷം വീണ്ടും ഇതൊന്ന് പരത്തി അതുപോലെ തന്നെ വീണ്ടും ബട്ടർ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മളിത് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ല ഫ്ലേക്കി ആയിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ 2ാം പ്രാവശ്യം ചെയ്യാണ് ഞാൻ. പിന്നെ ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ കുൽച്ച നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ ഈ കുൽച്ചയുടെ മേലെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിൽ വെച്ചേക്കണേ. ഇപ്പം ഞാൻ 3 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യമാണ് അത് സ്പ്രെഡ് ചെയ്ത് ബട്ടർ ഇടാൻ പോകുന്നത്. ബട്ടർ ഇട്ടിട്ട് വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പം മെൽറ്റഡ് ബട്ടർ തന്നെ യൂസ് ചെയ്യുക. ഓയിലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് 3ാമത്തെ പ്രാവശ്യമാണ് ഇത് ഞാനിങ്ങനെ മടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ മടക്കിയ ശേഷം ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് പരത്തിയെടുത്ത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫില്ലിങ് വെക്കണം. അതിനാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തുന്നത്. ഒരുപാട് പരത്തണ്ട, കുറച്ച് പരത്തിയാൽ മതി നമുക്ക് ഫില്ലിങ് വെക്കാൻ പാകത്തിൽ. അപ്പം ഇത്ര പരത്തിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഒരു തവ അടുപ്പിൽ ചൂടാവാൻ വെക്കുക മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ടിത് നന്നായി ഇങ്ങനെ ഫില്ലിങ് വെച്ച് ഇത് സീൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായി സീൽ ചെയ്ത ശേഷം ഒന്ന് പരത്തിയിട്ട് പിന്നെ നമുക്ക് വീണ്ടും മാവിട്ട് ഇത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ മെല്ലെ പരത്തിയാൽ മതി, വേഗം പരന്നോളും. നമ്മൾ ഓൾറെഡി ബട്ടറൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ച് ബട്ടർ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിംഗ്, അതായത് മല്ലിപ്പൊടി, റെഡ് ചില്ലി ഫ്ലേക്സ്, ചെറിയ ജീരകപ്പൊടി മിക്സ് ചെയ്താണ് ഇതിൻ്റെ മേളിലേക്ക് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരുപാട് മസാല ചേർക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്കും കൂടെ കഴിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് മസാല വേണമെങ്കിൽ കുറച്ചുകൂടെ അധികം ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുത്ത ശേഷം ചൂടായ തവയിൽ കുറച്ച് വെള്ളം, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന കുൽച്ചയുടെ മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി കുക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് ഗ്യാസ് ഫ്ലെയിമിൽ നേരിട്ട് വെച്ച് കുക്ക് ചെയ്യുന്ന താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിമിലേക്ക് വെക്കാത്തത്. ഞാൻ അതിന് പകരം തീ കൂട്ടി വെച്ച് ബട്ടർ ഇതിലേക്ക് തടവി ഞാൻ കുക്ക് ചെയ്തെടുക്കുക ചെയ്യാറ്. എനിക്ക് ഫ്ലെയിമിലേക്ക് ഇടുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഫ്ലെയിമിലേക്ക് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇതുപോലെ 2 ഭാഗവും നന്നായി നമുക്ക് പൊന്തി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി അമൃത്സാരി കുൽച്ച ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂടെ നമ്മുടെ ഓൾറെഡി തയ്യാറാക്കി വെച്ച ബുന മസാലയും കൂടെ ചേർക്കുക. ഞാൻ കാണിച്ചു തരാം അതെത്ര സോഫ്റ്റാണ് കണ്ടോ, സോഫ്റ്റ്നെസ്സും ആ ഫ്ലേക്കിനെസ്സും കണ്ടോ. അതുപോലെ തന്നെ കഴിക്കാനും അതുപോലെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.